ബീഹാർ തിരഞ്ഞെടുപ്പിൽ NDA പ്രകടന പത്രിക പുറത്തിറക്കി. JP നദ്ദ, നിതീഷ് കുമാർ, ചിരാഗ് പസ്വാൻ എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. 1 കോടി സർക്കാർ ജോലി, എല്ലാ ജില്ലയിലും നൈപുണ്യ കേന്ദ്രങ്ങൾ, സ്ത്രീകൾക്ക് 2 ലക്ഷം രൂപയുടെ സ്വയം തൊഴിൽ പദ്ധതി, എങ്ങനെ വമ്പൻ പദ്ധതികളാണ് പട്ടികയിലുള്ളത്. ബി ബാലഗോപാലാണ് വിവരങ്ങളുമായി ചേർന്നത്. ബാലു, കഴിഞ്ഞ 20 കൊല്ലമായി NDA ഭരിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ എന്തൊക്കെ ആണ് പുതുതായി ഒരു സർക്കാർ കൂടി നിലവിൽ വന്നാൽ NDA വാഗ്ദാനം ചെയ്യുന്നത്? मुख्यमंत्री जीतन राम मांझी जी हैं. ഏറ്റവും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം തൊഴിലാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ ബീഹാറിലെ ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും ഓരോ കുടുംബത്തിലെ ചുരുങ്ങിയത് ഒരു വ്യക്തിക്കെങ്കിലും സർക്കാർ ജോലി എന്ന വാഗ്ദാനം ഈ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് ബദലെന്ന നിലയിലാണ് ഈ ബീഹാറിൽ 1 കോടി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നിപ്പോൾ NDA പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ബീഹാറിൽ നിന്ന് തൊഴിൽ അന്വേഷിച്ച് പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇന്ന് ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രി ഈ പ്രകടന പത്രിക പുറത്തിറക്കിയതിന് ശേഷം നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഈ പ്രകടന പത്രികയിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1 കോടി വനിതകളെ ലാഖ്പതി ദീദികളാക്കും എന്നതാണ്. അതായത് ചുരുങ്ങിയത് അവർ സ്വയം തൊഴിൽ ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ട് 1 ലക്ഷത്തിലധികം വരുമാനം അവർക്ക് സൃഷ്ടിക്കുന്ന തരത്തിൽ 1 കോടിയിലധികം വനിതകൾക്ക് അത്തരമൊരു സൗകര്യം ഒരുക്കുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിന് പ്രത്യേക സാമ്പത്തിക സഹായം സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളും ഈ പ്രകടന പത്രികയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ബീഹാറിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വൻ പ്രഖ്യാപനങ്ങളാണുള്ളത്. 7 എക്സ്പ്രസ് വേകൾ, അതുപോലെ തന്നെ ബീഹാർ പട്നയിലുള്ള നിലവിലെ മെട്രോ സർവീസ് ബീഹാറിലെ മറ്റ് 4 നഗരങ്ങളിലൂടെ കൂടി വ്യാപിപ്പിക്കുക തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഈ പ്രകടന പത്രികയിലുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഈ പ്രകടന പത്രികയിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. അത് 1 തൊഴിലും, 2 വനിതാ വോട്ടർമാരെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വാഗ്ദാനങ്ങളുമാണ് ഉള്ളത്. ഈ 2ഉം തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിർണായക ഘടകങ്ങൾ. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ NDAയുടെ പ്രകടന പത്രികയിലും ഈ 2 കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ ഈ 2 വിഷയങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. സ്ത്രീകൾക്കുള്ള പ്രത്യേക ധനസഹായം, തൊഴിൽ, ഇവയാണ് NDAയുടെ പ്രകടന പത്രികയിലെ മുഖ്യ ഘടകങ്ങൾ.